ഹായ്, ഗൗട്ടുള്ള മിക്ക പേഷ്യൻസിൻ്റെയും ഡൗട്ടാണ് അവരെന്തൊക്കെ ഡയറ്ററി മോഡിഫിക്കേഷൻസാണ് അവരുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടത്. ഇനി അങ്ങനെ ഒരു ഗൗട്ട് എപ്പിസോഡ് വരാതിരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഗൗട്ട് ഉണ്ടെങ്കിൽ, ക്ലോസ് റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ഗൗട്ട് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് എങ്ങനെയാണ് അത് വരാതിരിക്കാനായിട്ട് പ്രിവെൻറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഗൗട്ടിനെ പറ്റി. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഗൗട്ടിൽ ഡയറ്ററി മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണ് വരുത്തേണ്ടതെന്നതിനെ പറ്റിയാണ്. അതായത് ഏതൊക്കെ ഫുഡ് അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ ഗൗട്ട് വരാനുള്ള ചാൻസ് കുറവാണ്, ഏതൊക്കെ ഫുഡ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുവാണെങ്കിൽ ഗൗട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഗൗട്ട് എന്ന് പറഞ്ഞാൽ ഒരു പെയിൻഫുൾ ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്. പെയിൻഫുൾ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണ്, അതായത് ജോയിൻറ്റിനെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. ജോയിൻറ്റ് ഇൻവോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഗൗട്ടിൽ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുന്നു ബോഡിയിൽ. അതിനുശേഷം ഈ യൂറിക് ആസിഡ് ജോയിൻറ്റിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. അത് കാരണം അവിടെ ജോയിൻറ്റ് പെയിനും സ്വെല്ലിങ്ങും ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ചില ഫുഡ് പ്രോഡക്ട്സ് കൺസ്യൂം ചെയ്യുമ്പോൾ ഗൗട്ട് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ളത്? ചില ഫുഡ് പ്രോഡക്ട്സിൽ പ്യൂറിൻ എന്ന് പറയുന്ന ഒരു നാച്ചുറലി ഒക്കറിങ് സബ്സ്റ്റൻസിൻ്റെ അളവ് കൂടുതലാണ്. ഈ പ്യൂറിൻ മെറ്റബോളൈസ് ചെയ്തതിന് ശേഷം യൂറിക് ആസിഡായിട്ട് മാറും. യൂറിക് ആസിഡ് വന്ന് നമ്മുടെ ജോയിൻസിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. അതിനുശേഷമാണ് ഈ പെയിനും ആർത്രൈറ്റിസുമായിട്ട് മാറുന്നത്. അപ്പോൾ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് പ്യൂറിൻ കൂടുതലായിട്ട് ഉള്ള ഫുഡ് പ്രോഡക്ട്സ് തന്നെയാണ്. ഗൗട്ട് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അഡിക്വേറ്റ് ആയിട്ട് ഹൈഡ്രേഷൻ ഉണ്ടാകുക, പിന്നെ ചില ഫുഡ് പ്രോഡക്ട്സ് കൂടുതലാക്കുക, ചില ഫുഡ് പ്രോഡക്ട്സ് കുറയ്ക്കുക. പിന്നെ ഓൾറെഡി ഗൗട്ട് ഉള്ളവരാണെങ്കിൽ മെഡിക്കേഷൻസ് ഉണ്ട്. ഇനി അങ്ങോട്ട് ആ ഗൗട്ടിൻ്റെ എപ്പിസോഡ് വരാതിരിക്കാനുള്ള മെഡിക്കേഷൻസും ഉണ്ട്. ഞാൻ നേരത്തെ പ്യൂറിൻസിനെ പറ്റി സംസാരിച്ചു. പ്യൂറിൻസ് ഫുഡ് പ്രോഡക്ട്സിൽ വരുന്ന നാച്ചുറൽ ഒക്കറിങ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് പ്യൂറിൻസ് മെറ്റബോളൈസ് ചെയ്തിട്ടാണ് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത്. യൂറിക് ആസിഡ് ഒന്നെങ്കിൽ യൂറിക് ആസിഡിൻ്റെ അളവ് ഒരുപാട് കൂടുന്നു ബോഡിയിൽ, അല്ലെങ്കിൽ യൂറിക് ആസിഡിനെ കിഡ്നിക്ക് എക്സ്ക്രീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആകുമ്പോഴാണ് യൂറിക് ആസിഡ് ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ചില ജോയിൻസിൽ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ പെയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം കുറച്ച് ജനറ്റിക് പ്രീഡിസ്പോസിഷനും ഉണ്ട്. അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ റെഡ് മീറ്റ് ലൈക്ക് ബീഫ്, മട്ടൺ, പിന്നെ സീ ഫുഡ് ലൈക്ക് ക്രാബ്സ്, ഷ്രിംപ്സ്, ലോബ്സ്റ്റർ, പിന്നെ ആൽക്കഹോൾ, ക്യാൻഡ് ഫുഡ്, ചോക്ലേറ്റ്സ്, കെച്ചപ്പ്, ബാർബിക്യൂ സോസ്. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഗൗട്ടിലെ ഏതൊക്കെ ഫുഡ് പ്രോഡക്ട്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതിനെ പറ്റിയാണ്. അപ്പോൾ അതിൽ നമ്മൾ ലോ ഫാറ്റ് ഡയറി പ്രോഡക്ട്സ് ഉണ്ട്, ലോ ഫാറ്റ് മിൽക്ക്, പ്ലെയിൻ യോഗേർട്ട്, പിന്നെ ചില ഫ്രൂട്ട്സ് മിക്കതിലും വൈറ്റമിൻ സിയുടെ അളവ് കൂടുതലാണ്, എന്നാൽ പ്യൂറിൻസിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ അതിൽ എക്സാമ്പിൾ ചെറീസ്, ബെറീസ്, പിന്നെ സിട്രസ് ഫ്രൂട്ട്സ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി വെജിറ്റബിൾസ് വരുമ്പോൾ ക്യാബേജ്, ബ്രോക്കോളി, കോളിഫ്ലവർ. ഇനി സീരിയൽസിൽ ബ്രൗൺ റൈസ്, വൈറ്റ് ബ്രെഡ്, ചപ്പാത്തി, ഓട്ട് മീൽ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഡയറ്ററി മോഡിഫിക്കേഷൻ നമ്മുടെ ഗൗട്ടിൽ വലിയൊരു റോളാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഡയറ്റ് മോഡിഫൈ ചെയ്യാം. പിന്നെ വേറെ ഒരു സ്റ്റഡി അനുസരിച്ച് ഡെയിലി കോഫി ഇൻടേക്ക് ഉണ്ടെങ്കിൽ യൂറിക് ആസിഡിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞിരിക്കും. അത് കാരണം ഗൗട്ട് ഉണ്ടാകാനുള്ള ചാൻസും കുറവാണ്. എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ എന്നെ ഓൺലൈനായിട്ടും കൺസൾട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇന്നും നാളെയും എൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ ഫ്രീ ആയിരിക്കും. അപ്പോൾ പ്ലീസ് ചെക്ക് ഇറ്റ്. ബൈ.